ഇല്ല മുതലാളി. മുതലാളി ഓടാ. മുതലാളി എടോ മാത്തച്ഛ എന്നായി കാണിക്കുന്നേ? എന്നാ എന്താ മുതലാളി, എന്നാ പറ്റി? എന്ത് പറ്റിയെന്നോ? തായത് കണ്ടില്ലയോ? മാത്തച്ഛ ഇത് എന്നാ വെട്ടാ വെട്ടുന്നേ? ഇങ്ങനെ ചങ്കി കൊള്ളുന്നമാര് കത്തി വെച്ചാലേ മരം കുമ്പളയ്ക്കും. പിന്നെ ഇത് അടുപ്പിൽ വെക്കാനേ കൊള്ളത്തുള്ളൂ. ഹോ, തക്ക സമയത്ത് വന്നാ നന്നായി. എടോ സക്കറിയ, ഇതാണ് അവന്റെ സ്ഥിരം പരിപാടിയെങ്കിൽ നാളെ മുതൽ വേറെ പണിക്കാരനെ അന്വേഷിക്കേണ്ടി വരും. ചതിക്കല്ലേ മുതലാളി, എന്റെ കുടുംബം പട്ടിണിയായിപ്പോ. അവനൊരു പാവമാ മുതലാളി, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കും. ആന്നോടോ? തനിക്കത് പറയാം. ഒരു റബ്ബർ മുതലാളിയുടെ വേദന തനിക്കറിയത്തില്ല. ഒരു റബ്ബർ മരം വീണ ആഗോള റബ്ബർ മുതലാളിമാരുടെ ഒരു യുഗം നഷ്ടപ്പെടുമെന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ എവിടെയോ നടന്ന കോൺഫറൻസിൽ കഴിഞ്ഞ മാസം പറഞ്ഞത്. അതുകൊണ്ട് മാത്തച്ഛ നീ കത്തി വെച്ചോ, പക്ഷെ ഇത് റബ്ബറിന്റെ കണക്കിലാവരുത്. ഇനി ആവർത്തിക്കരുത്. മാറ്റോട് തന്നെ കൊടയും പടിയും. എടോ അല്പന്മാരല്ലാതെ ഏതെങ്കിലും മുതലാളിമാർ റബ്ബർ തോട്ടത്തിൽ കൊടയും പിടിപ്പിച്ച് നടക്കൂടോ? അതില്ല. അപ്പൊ താൻ എന്നെ അല്പനാക്കിയല്ലേ? അയ്യോ അല്ല മുതലാളി. എന്നത്ത നാളെ മുതല് ഈ പണിക്ക് വരണ്ട മുതലാളി. ഓടാ വേണ്ട കോളാമ്പി. എത്തിയോ? നീ പാല് ട്രെയിൽ ഒഴിച്ചു വാ. ശരി അപ്പച്ച. സൂക്ഷിച്ചു കൊണ്ടുപോണം. എന്നാത്തിനാടോ കൊച്ചി ഇറക്കണ ഈ വെളുപ്പാങ്കാലത്തിട്ട് കഷ്ടപ്പെടുത്തുന്നേ? കഷ്ടപ്പാടോ? അവനെ ഈ സക്കറിയുടെ മോനാ. ഇവനേക്കാ ചെറുപ്പത്തില് വെളുപ്പിന് എന്റെ അപ്പച്ചന്റെ കൂടെ പണിക്കിറങ്ങിയതാ ഞാൻ. ജോ ജോ മോനെ ജോ. അമ്മച്ചി ഇതാ അപ്പച്ചൻ വരുന്നു. എന്താ ചായ നേരത്തെ? ജോ ഇല്ലേ? ഇല്ല. അവനിത് എവിടെ പോയതാ? അവൻ താഴെ എവിടെയെങ്കിലും കാണും. അമ്മച്ചി ചേട്ടൻ ഓടാൻ പോയ വിവരം അപ്പച്ചനോട് പറ, ഇല്ലെങ്കിൽ ചേട്ടൻ അടി കിട്ടും. നീ ഒന്നും മിണ്ടാതിരിക്കെ, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ചെല്ല്. Attention! Standard please! Attention! Standard please! Attention! Standard please! Attention! Standard please! 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3. ഷിജു, എന്താ നീ ചെയ്യുന്നത്? എവിടെയാ നോക്കുന്നത്? ആരാ പറഞ്ഞത് നിർത്താൻ? വേഗം ചെയ്യ്, എല്ലാവരും ചെയ്യ്. 1, 2, 3, 4. 1, 2, 3, 4. ഷിജു, എക്സസൈസ് ചെയ്യുമ്പോ കണ്ണുകൾ സ്ട്രെയിറ്റ് ആയിരിക്കണം.
കൃഷ്ണമണികൾ ചലിക്കാൻ പാടില്ല. മനസ്സും കണ്ണും ഒരു പോയിന്റിലായിരിക്കണം. അവ എങ്ങോട്ടെങ്കിലും വ്യതിചലിച്ചാൽ നിങ്ങൾ പുറകിലായി പോകും. ഏറ്റവും പുറകിൽ. മനസ്സിലായോ? എന്താന്ന്? മനസ്സിലായി. പിന്നെന്തിനാ നീ തിരിഞ്ഞു നോക്കിയത്? ജോയെ കണ്ടപ്പോ. ജോനെ കണ്ട നീ തിരിഞ്ഞു നോക്കൂ. ഗ്രൗണ്ടിൽ അങ്ങനെ പലരും വരും പോകും. നിങ്ങളുടെ ശ്രദ്ധ ഗ്രൗണ്ടിലായിരിക്കണം. മനസ്സിലായോ? ആ, കണ്ടിന്യൂ. 1 2 3 4 1 2 3 4 1 2. എവിടെയായിരുന്നു ഇതുവരെ? എന്താ ഇത്ര താമസിച്ചത്? അപ്പച്ചന്റെ കൂടെ. സ്പോർട്സിനാണ് വരുന്നതെങ്കിൽ സ്പോർട്സിൽ നാളെ എന്തെങ്കിലും ആയിത്തീരണമെന്നുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ്. മനസ്സിലായോ? എന്താണോ കൈയ്യറ്റി നിൽക്കുന്നത്? മുന്നോട്ട് നിൽക്ക്. അവിടെ പോയി നിൽക്കുക. ആ, എല്ലാവരും റെഡി ആയിക്കോ. താഴെ നിൽക്ക്. മൂട്ടൂത്തി ഇങ്ങനെ നിൽക്ക്. റെഡി 1 2. ഹറി അപ്പ്. മിടുക്കൻ. പിടിക്കണ്ട, പതുക്കോട്. ബഹളം വെക്കല്ലേ, ബഹളം വെക്കല്ലേ. എല്ലാവരും ലൈനായിട്ട് നിൽക്ക്. എല്ലാവർക്കും തരാം. നല്ല ചൂടുണ്ട് കേട്ടോ, സൂക്ഷിച്ചു കുടിക്കണേ. നിനക്ക് സ്റ്റാമിന കുറച്ച് കുറവാ. ഒന്നുകൂടി ഇരിക്കട്ടെ. എന്നാ അത് വാങ്ങിച്ചോ. എന്താ മോളെ ചൂടുണ്ട്. നിനക്കും ദാ. ദാ. ഏയ് ജോ. ജോ ജോ എഴുന്നേൽക്ക്. പിടി. പി.ടി. സാർ ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ എന്തിനാ ഓടിക്കളഞ്ഞ്? ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ദാ ഇത് കുടിക്ക്. അപ്പൊ നിനക്കോ? എന്റെ കാര്യം നീ നോക്കണ്ട. ആ ചേട്ടനെ പറ്റിച്ച് ഒരു ഗ്ലാസ് കൂടി വാങ്ങാൻ എനിക്കറിയാം. ഇത് കുടിക്ക്. അത് ശരി. നീ ഇവിടെ വന്നിരിക്ക. അതിന് ഞാൻ എന്നെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ നേരം വൈകിയപ്പോ എനിക്ക് ദേഷ്യം വന്നു. അത്രയേ ഉള്ളൂ. വാ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ആ, ഇതാണ് ഗീ വർഗീസിന്റെ ശിക്ഷ. ലേറ്റ് ആയതിന്. ട്രാക്കിലോടുമ്പോൾ ടൈമാണ് നമ്മുടെ ശത്രു. അതിനെ പരാജയപ്പെടുത്തുന്നതാവണം നമ്മുടെ ലക്ഷ്യം. ജോയല്ലേ ഇത്? ആ, നിർത്ത് നിർത്ത്. വന്ന് വണ്ടി കയറി. ഇവനെ ഞാനിന്ന് ഇറങ്ങി വാടാ.
ഇറങ്ങി വാടാ. ഇവനെ ഞാന് ഇറങ്ങാ സക്കറിയ ഇറങ്ങാൻ. എവിടാടാ തെണ്ടി എന്നാ സക്കറിയ എന്നാ ഇത് നിർത്ത് മാറി നിൽക്കണം, മാറി നിൽക്കാൻ. ചുമ്മാ ഇരിക്കുന്നു. എന്നാത്തിനാ ഈ കുഞ്ഞിനായിട്ട് ഇങ്ങനെ എന്താ തല്ലുന്നത്? അച്ചായ എന്നതാ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഇവൻ എന്നെ ചെയ്തിട്ട് ഇവനിങ്ങനെ അടിക്കുന്നേ? നീ അവനെ ഭക്ഷണാക്കുന്നത്. ഓ, എന്നാ സക്കറിയ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ഒന്ന് ചുമ്മാ അതിന് മാത്രം ഇവിടെ എന്നതാ ഉണ്ടായേ? പിന്നെ പിള്ളേരെങ്ങനെ തല്ലിയില്ലോ